ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഇന്നാസ് കിച്ചൻ. ഇന്ന് നമ്മൾ റംസാൻ സീരീസിൻ്റെ ഡേ 6 ആണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ്. ഇതുപോലെ ഇരിക്കും കാണാൻ. നല്ല ടേസ്റ്റി ആയിട്ട് പഴം കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെഡ് ബോളൊക്കെ പോലെ ഒരു ഡിഷാണിത്. അപ്പോൾ അധികം ലേറ്റ് ആക്കുന്നില്ല, നേരെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ടേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ടേക്ക് കാഷ്യൂ നട്ട്സ്, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്ക് കുറച്ച് കോക്കനട്ട് അതിലോട്ടേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറ്റം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ അതിലോട്ടേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കണേ, ഇതിലല്ലാതെ തന്നെ കുറച്ചൊക്കെ ഷുഗർ ഉണ്ടാകും, കാരണം പഴത്തിൽ തന്നെ അത്യാവശ്യം ഷുഗർ ഉണ്ടാകും. പിന്നെ അതിലോട്ടേക്കൊരു എഗ്ഗ് ഒഴിച്ചതിന് ശേഷം അത് മിക്സ് ചെയ്യുന്നതിൻ്റെ മുമ്പേ ആ എഗ്ഗ് ജസ്റ്റ് ഒന്ന് വെന്തിട്ട് നമ്മുടെ മുട്ട ചിക്കൂലേ അതുപോലെയൊക്കെ ഒന്ന് ആയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല അല്ല, ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഇത്. പിന്നെ പഴം എടുക്കുക. പഴം ഇതുപോലെ നമ്മുടെ പഴംപൊരിക്കൊക്കെ എടുക്കൂലേ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കട്ടി കൂട്ടിയിട്ട് ഇടണം. പിന്നെ 2 എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു വലിയ പാൻ എടുത്തതിന് ശേഷം അതിലോട്ടേക്കൊന്ന് ഗീ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ എഗ്ഗും ഒന്ന് ഒരിച്ചിരി ഒഴിച്ചതിന് ശേഷം ഒന്നങ്ങോട്ട് തടവി കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക്. പിന്നെ നമ്മുടെ പഴം കട്ട് ചെയ്ത് വെച്ചത് ഇതിലോട്ടേക്ക് എല്ലാ ഗ്യാപ്പിലും ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടേക്കും നമ്മൾ എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഗ്ഗ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടുണ്ടായിരുന്നില്ലേ, അതും അതിലോട്ടേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ 3rd ലെയർ ആയിട്ട് ബനാനയും കൂടെ വെച്ചതിന് ശേഷം എഗ്ഗ് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസിൽ വെക്കുക. ഗ്യാസിൽ വെച്ചൊരു ഇച്ചിരി ആകുമ്പോഴേക്ക് ഇതൊന്ന് മാറ്റിയിട്ട് പാനിലോട്ടേക്ക് മാറ്റുക. പിന്നെ നമ്മുടെ കുറച്ചും കൂടി വേവിച്ചതിന് ശേഷം നമ്മുടെ ഈ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.